അല്ല, സുധാകരൻ ഒരു സീനിയർ നേതാവാണ് നമ്മുടെ പാർട്ടിയുടേത്. അദ്ദേഹത്തോട് സംസാരിക്കുന്നത് എന്താ വലിയ അത്ഭുതം എന്താണ്? ഞങ്ങളൊക്കെ സംസാരിക്കും അദ്ദേഹത്തോട്. ഞാൻ നിരന്തരമായിട്ട് ഇപ്പോഴും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. മുൻ KPC പ്രസിഡൻ്റാണ്. ഞാൻ KPC പ്രസിഡൻ്റായിരുന്നപ്പോൾ എൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു സുധാകരൻ 9 വർഷം. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി എന്ന് നിലകൊള്ളുന്ന വ്യക്തിയാണ്. ഇതേപോലെ ഞാൻ സംസാരിക്കും. നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരളത്തിലെ കോൺഗ്രസിൽ ഈ പറയുന്നത്ര പ്രശ്നങ്ങളൊന്നുമില്ല. ഇന്നെല്ലാ സ്ഥാനാർത്ഥികളെയും ഞങ്ങൾ തീരുമാനിക്കും, ഇന്ന് പ്രഖ്യാപിക്കും, ഒരു സംശയവുമില്ല. ഇവിടെ പ്രശ്നങ്ങൾ മുഴുവൻ CPM-ലാണ്. നിങ്ങളെന്താണ് അത് കാണാത്തത്? ഒരു കാലത്തുമില്ലാത്ത നിലയിൽ CPM-ൽ പൊട്ടിത്തെറി വർദ്ധിക്കുകയാണ്. സ്ഫോടനാത്മകമായ അന്തരീക്ഷമാണ്. ഏകശിലാ വിഗ്രഹമാണെന്ന് പറഞ്ഞ പാർട്ടിക്കകത്ത് നടക്കുന്ന ഏകാധിപത്യ പ്രവണതകളും അഴിമതിയും രക്തസാക്ഷി ഫണ്ട് വെട്ടിക്കലും ഒക്കെ ഇന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെയാണ് ഇതെല്ലാം വിശദീകരിക്കുന്നത്. ഞങ്ങളല്ലല്ലോ, ഞങ്ങളാരുമല്ലല്ലോ. പയ്യന്നൂരിലും തളിപ്പറമ്പിലും അതുപോലെ പാലക്കാട്ടും ഒക്കെ ഉണ്ടാകുന്ന, ആലപ്പുഴയിൽ G. സുധാകരനും ഒക്കെ പറയുന്ന കാര്യങ്ങൾ മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തെ ജീർണതയല്ലേ പറയുന്നത്? അത് ചെറിയ കാര്യമാണോ? വളരെ ഉന്നതരായ നേതാക്കന്മാർ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ വളരെ വ്യക്തമായി പാർട്ടിക്കകത്ത് നടക്കുന്ന ഏകാധിപത്യ പ്രവണതകൾ, അടിച്ചമർത്തലുകൾ, ഫണ്ട് വെട്ടിക്കൽ, ഇതുപോലൊരു കാലം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ പാർട്ടിക്കകത്തെ ഈ ജീർണതയ്ക്കെതിരെ കൂടി പാർട്ടി പ്രവർത്തകർ മുന്നോട്ട് വരുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഈ തുടർഭരണത്തിൻ്റെ അപജയമാണിത്. ഈ തുടർഭരണത്തിൽ നിന്ന് ഇനിയും കേരളത്തെ രക്ഷിക്കാനുള്ള അവസരം എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും ലഭിച്ചിരിക്കുന്ന സന്ദർഭമാണ്. ബംഗാളിലെ അനുഭവം പാർട്ടിക്ക് കേരളത്തിൽ ഉണ്ടാകരുത്. ഞങ്ങളാരും ആഗ്രഹിക്കുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകണമെന്ന്. ഞങ്ങളങ്ങനെ വിചാരിക്കുന്നത്. ഞങ്ങളവരുമായിട്ട് വലിയ പൊളിറ്റിക്കൽ ഫൈറ്റുണ്ട്, പക്ഷേ ഞങ്ങളവരില്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. ഇപ്പോഴത്തെ അവരുടെ വഴി ബംഗാളിൻ്റെ വഴിയാണ്. അതാണ് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് കേരളത്തിൽ തുടർഭരണം ഒരിക്കലും ജനങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പ്. മുഖ്യമന്ത്രി റോഡ് ഷോ നടത്തട്ടെ, അതിൻ്റെ അവസരം വന്നല്ലോ. മുഖ്യമന്ത്രി മറ്റേ പ്രചരണത്തിന് പോലും പോകത്തില്ലായിരുന്നല്ലോ. ഇപ്പോൾ റോഡ് ഷോ ഇനി അദ്ദേഹം അടുത്ത ഘട്ടം വീടാന്തരം കയറുകയായിരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.